ആഗോള അയ്യപ്പ സംഗമം നാളെ നടക്കുകയാണ്. എല്ലാവരും കൗതുകത്തോടെ നോക്കുന്ന മറ്റൊരു കാര്യമുണ്ട്. ഈ സംഗമത്തിൽ തന്നെ അതിൻ്റെ ഭക്ഷണത്തിന് ബന്ധപ്പെട്ട കാരണം 3500ഓളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത്. എങ്ങനെയാണ് ബോർഡ് മെമ്പറോട് ചേരുകയാണ്? എങ്ങനെയാണ് ഈ ഫുഡിൻ്റെ കാര്യമൊക്കെ എങ്ങനെയാണ്? പഴയിടം മോഹനൻ നമ്പൂതിരിയെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. എത്രയോ വർഷങ്ങളായി സ്കൂൾ കലോത്സവത്തിലടക്കം പ്രധാനപ്പെട്ട എല്ലാ ചടങ്ങുകൾക്കും സ്വാദിഷ്ടമായ ഭക്ഷണം ഒരുക്കുന്നയാളാണ് പഴയിടം മോഹനൻ നമ്പൂതിരി. തീർച്ചയായിട്ടും അതിവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. പാചകപ്പുരയുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഏറ്റവും സ്വാദിഷ്ടമായ എന്നാൽ ലാളിത്യമാർന്ന കേരളീയ ശൈലിയുള്ള ഭക്ഷണങ്ങൾ എല്ലാവർക്കും കൊടുക്കാൻ ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. നന്നായി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തുവിടും. രുചിയുടെ കാര്യത്തിലും ഈ അയ്യപ്പ സംഗമം ഒട്ടും മാറി നിൽക്കില്ല. ഇല്ല, ഉറപ്പായിട്ടും നമുക്ക് നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തുന്ന അതിഥികൾക്ക് നല്ല രുചികരമായ ഭക്ഷണം കൊടുക്കണ്ടേ. അപ്പോൾ അവിടെയാണ് നമ്മൾ പഴയിടത്തെ നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത്. ഏതാണ്ട് ഒരു സൗത്ത് ഇന്ത്യൻ കേരള മീൽസും അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ എല്ലാം കൂടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്തുള്ള ഒരു സംവിധാനമാണ്. ഒരു വെജിറ്റേറിയൻ ഫുഡ്, നല്ല മികവാർന്ന ഒരു വെജിറ്റേറിയൻ പായസമൊക്കെ ഉൾപ്പെടെയുള്ള ഒരു മികവാർന്ന വെജിറ്റേറിയൻ ഫുഡ് കൊടുക്കാനാണ് ദേവസ്വം ബോർഡ് പരിശ്രമിക്കുന്നത്. സ്വാഭാവികമായും പഴയിടത്തിൻ്റെ ഒരു ടച്ച് അതിലുണ്ടാവുമല്ലോ. ഇന്നിപ്പോൾ വളരെ നേരത്തെ തന്നെ അദ്ദേഹം എത്തിയിട്ടുണ്ട്. അതിൻ്റെ അടുക്കളയുടെ കാര്യങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ്. കാരണം ആദ്യം ഈ 3500 പേരൊക്കെ പങ്കെടുക്കുന്ന ആശങ്കയുണ്ട്. പമ്പ മണപ്പുറത്തിന് സൗകര്യമാണ്. പക്ഷേ ഇപ്പോൾ കൂറ്റം പന്ത് ജർമ്മൻ പന്തലെ കാണുമ്പോൾ ആശങ്കയൊക്കെ അടിസ്ഥാനമില്ലല്ലേ? ഇതെല്ലാം ഒരു ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. ഇതിലെല്ലാം ഒരു സ്വാഭാവികമായും ഉണ്ടാവുമല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ കുഴപ്പമില്ല. പമ്പയിലൊക്കെ കഴിഞ്ഞ സീസണിലൊക്കെ നിങ്ങൾക്കറിയാമല്ലോ, 10-15,000 പേര് ഒരുമിച്ച് നിരന്ന് നിന്നപ്പോൾ പോലും ഒരു കുഴപ്പമുണ്ടായില്ലല്ലോ. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ആ ഒരു ആത്മവിശ്വാസമുണ്ട്. ഞങ്ങൾക്ക് ഒരു 3000 പേര് വരുമ്പോൾ തന്നെ അത് മാനേജ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് പമ്പയിൽ വെച്ച് തന്നെ ഇത് സംഘടിപ്പിക്കാമെന്ന് ദേവസ്വം ബോർഡ് തീരുമാനിച്ചത്. എല്ലാം ഭംഗി നടക്കട്ടെ. ക്യാമറമാൻ അഖിലേഷ് കുടുംബനൊപ്പം സുജിറ്റി ബാബു, കേരള ന്യൂസ്, പത്തനംതിട്ട.